ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ജസ്റ്റ് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ. ഭയങ്കര എക്സൈറ്റഡോ, ഭയങ്കര ത്രിൽഡോ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഭയങ്കര ഓവർ ദ മൂണുള്ള ഒരു ഫീലിംഗ് ആയിട്ടാണ് ഞാനിന്നിവിടെ ഇരിക്കുന്നത്. ഇന്ന് എനിക്ക് ലൈഫിൽ എന്നെപ്പറ്റി തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അങ്ങനെ കുറച്ച് ദിവസമല്ലേ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുള്ളൂ. പല പല റീസൺസിൽ എല്ലാവർക്കും ചില ദിവസം നമുക്ക് ഭയങ്കര നമ്മളെപ്പറ്റി ആലോചിച്ച് സന്തോഷം തോന്നുന്നൊരു ദിവസം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് എന്നെപ്പറ്റി എനിക്ക് സന്തോഷം തോന്നുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെപ്പറ്റി ചെറുതായിട്ടെങ്കിലും ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നുന്നൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണോ. ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇത്ര ഉറപ്പിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയും അച്ഛനും വർക്ക് ചെയ്യുന്ന സ്കൂള്, അത് ജസ്റ്റ് അമ്മയും അച്ഛനും വർക്ക് ചെയ്യുന്ന സ്കൂള് മാത്രമല്ല കേട്ടോ. എൻ്റെ വെല്ലച്ചൻ തൊട്ടിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വെല്ലച്ചൻ അവിടെ കെമിസ്ട്രി ടീച്ചറായിരുന്നു. അതിനുശേഷം ഹെഡ് മാഷായിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്തതാണ്. പിന്നെ നമ്മുടെ 2 അനിയത്തിമാർ, അമ്മ, അച്ഛൻ എല്ലാവരും വർക്ക് ചെയ്ത സ്കൂളാണ്. അതായത് നമ്മുടെ അന്നദാതാവാണ്. ആ സ്കൂളിലെ ഓണം സെലിബ്രേഷന് എന്നെ ഒരു ചെറിയ ഗസ്റ്റായിട്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കത് പറയാൻ പറ്റുന്നില്ല, ഒരു ചെറിയ ഗസ്റ്റായിട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മയും അച്ഛനും ഭയങ്കര സന്തോഷത്തിലാണ്. 2 പേരും ഇന്ന് എൻ്റെ ഇപ്പോൾ സ്കൂളിൽ വരുന്നുണ്ട്. അച്ഛൻ റിട്ടയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അച്ഛൻ ഇതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം കാരണം അച്ഛൻ സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ സ്കൂളിൽ പോകുന്നത്. ഞാൻ ഇഷ്ടം പോലെ തവണ എൻ്റെ സ്കൂളിൽ അത്ര ഞാൻ പോയിട്ടില്ലെങ്കിലും, പക്ഷെ ഇഷ്ടം പോലെ തവണ ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട്. കാരണം അമ്മയും അച്ഛനും ഒക്കെ കോച്ചിങ് ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ വെക്കുമ്പോൾ വീട്ടിൽ എന്നെയും രോഹിത്തിനെയും ഒരുമിച്ച് ഇരുത്താൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും ഭയങ്കര വികൃതികളായിരുന്നു. അപ്പോൾ അമ്മമ്മയും വിളിച്ചനും പറയും, 2 പേരും ഇവിടെ ആക്കിപ്പോയാൽ ശരിയാവില്ല, ഒരാളെ നിർത്തി പോവാൻ. അപ്പോൾ ആ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരാളല്ലാതെ മറ്റൊരാളുണ്ടല്ലോ, അയാൾ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സിലോ ഒക്കെ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലിരുന്നിട്ട് അച്ഛനും അമ്മയും ബോർഡിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമ്മൾ നോക്കി വരയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ തവണ ഞാൻ പോയിട്ടുള്ളൊരു സ്കൂളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലെ എല്ലാ ആൾക്കാരും വർക്ക് ചെയ്തൊരു സ്കൂളാണ്. അപ്പോൾ അങ്ങോട്ട് ഓണം സെലിബ്രേഷന് അവിടുത്തെ കുട്ടികളുടെ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനും കൂടെ പോവുകയാണ്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളത്. എൻ്റെ അമ്മയും അച്ഛനും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്കറിയില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 8 കാലമായിട്ടുണ്ട്. ഏകദേശം ഒരു 9:45 വേണം നമുക്ക് സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. സ്കൂൾ ഇവിടെ നിന്ന് ആകെ ഒരു 5 മിനിറ്റ് നമുക്ക് പോകാനേ ഉള്ളൂ. അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ നിന്ന് നടന്നിട്ടൊക്കെയായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് റെഡി ആവട്ടെ. ഞാനിന്ന് സെറ്റ് സാരി തന്നെ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ഓണം സെലിബ്രേഷൻ മൂഡിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമ്മളായിട്ട് ഓണത്തിൽ നിന്ന് മാറി നിൽക്കണ്ട, നമുക്കും ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇന്ന് സ്കൂളിൽ പോവാം. ഞാൻ വലിയ പ്രിപ്പയർഡ് ഒന്നുമല്ല എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വേഷവിധാനം. ഈ ഒരു സെറ്റ് സാരി എനിക്ക് പ്രീതമേമ ഓണത്തിന് ഓണക്കോടിയായിട്ട് തന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ഇവിടെ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ പല ബ്ലൗസസിനും. ഞാൻ മിന്ത്ര ട്രൈ ചെയ്തു, പിന്നെ നൈക്ക ഫാഷൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് നൈക്ക ഫാഷൻ എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നമ്മൾ ഇവിടെ റെഡി ആയിട്ടോ. അമ്മ എന്നോട് ആകെ പറഞ്ഞിരുന്ന കാര്യം ലേറ്റ് ആവരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ 10 മണിക്ക് അവിടെ എത്തണ്ടേ. ഏകദേശം 9:30 ആയപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ സാരി എടുപ്പിച്ച അമ്മയാണ്. പക്ഷെ ഇപ്പോൾ ചമ്മൻ ചെറുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓവറായിരുന്നു. പക്ഷെ എനിക്കുണ്ട്, ഞാൻ സെറ്റ് സാരി മാറ്റണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാവരും സെറ്റ് സാരിയില്ല, അപ്പോൾ അതിലോട്ടൊന്ന് ഇഴുകി ചേരാൻ വേണ്ടി എനിക്ക് സെറ്റ് സാരി തന്നെയായിരിക്കും നല്ലതെന്ന് വിചാരിച്ചാൽ ഞാൻ സെറ്റ് സാരി എടുത്ത് ഈ ബെഡിൽ കാണുന്നത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാട്ടോ. കാരണം ഞാൻ പടയെന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ബെഡിലിട്ടതാണ്. ഇനി അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അമ്മ ഇപ്പോൾ ഓടി വരുന്നത് ഇതെങ്ങനെയെങ്കിലും ഒതുക്കാനാണ്. ഞാനും അമ്മയും തമ്മിലൊരു ഡിഫറൻസ് ഇതാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം പരത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അതായത് പോയി വന്ന് തിരിച്ചു വന്ന് ഞാൻ അടക്കി പെറുക്കി ഒതുക്കി വെക്കും. അമ്മയ്ക്ക് അങ്ങനെയല്ല, അമ്മയ്ക്ക് പോണതിന്റെ മുന്നേ വെപ്രാളത്തിലെല്ലാം ഒതുക്കി വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നതിന്റെ ഷടി നടക്കുന്ന ഈ ഒരു കാര്യത്തിലാണ് അല്ലേ. എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനു വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അനിയനാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ. അപ്പോൾ ഇന്ന് അവന് ഓണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ടേ കുറച്ച് എന്നെ ക്യാമറ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ വന്നതാണ്. പുള്ളിക്ക് ഈ പരിപാടിയെ കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഫുൾ ഞാൻ എൻ്റെ ഫോൺ ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇവൻ എടുക്കുന്ന ഷോട്ടുകളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. ഞാൻ ഏകദേശം ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിവനുസരിച്ചിരിക്കും ഈ വ്ളോഗ്. ഈ വീട്ടിൽ നിന്ന് ഒരാളും പുറത്തു പോകുന്ന ബേലിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ബേലിയുടെ ഒപ്പം ഈ ഒരു വീട്ടിൽ തന്നെ ഇരിക്കണം. അതാണ് ബേലിയുടെ ഒരു വലിയ ആഗ്രഹം. കൃത്യസമയത്ത് ഇന്ന് നമ്മൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ.
കൃത്യം ഒരു 9:45 നമ്മളിതേ റെഡിയായി കാറ് കയറി സ്കൂളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. 10 മണി 10:15 ആകുമ്പോഴാണ് അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാന്നും പറയാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. ഡാൻസ് കളിക്കുക, ക്യാമറയിൽ നോക്കി വർത്താനം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. മുന്നേ ഞാൻ ഇഷ്ടംപോലെ സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എക്സ്റ്റംബർ സ്പീച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ചധികം കാലമായി. ബെയിലിക്ക് ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ഗേറ്റ് ചെറുതായിട്ടൊന്ന് തുറന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രീഡം അന്വേഷിച്ചൊരു ഓട്ടം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ ഗേറ്റ് തുറക്കുന്ന നേരെ ഇവിടെ ഒന്ന് കെട്ടിടേണ്ട ആവശ്യം വരാറുണ്ട് കേട്ടോ. ഈ ഒരു പരിപാടി നടക്കുന്നത് +1 +2 കേട്ടോ, അതായത് ഹയർ സെക്കൻഡറിയിലാണ്. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് ഹൈസ്കൂളിലാണ്. പക്ഷേ എന്നാലും ഹോപ്പ്ഫുള്ളി ഈ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അമ്മയും പ്രീതമേമയും ദീമേമയും ഒക്കെ അവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ ഞാൻ ഒരു ചെറിയ ഗസ്റ്റായിട്ട് പോകണേ അച്ഛൻ എന്താ തോന്നുന്നു? നല്ല കാര്യമല്ലേ, അതിൻ്റെ അനുഭവങ്ങൾ കുട്ടികളെ ഷെയർ ചെയ്യാനും കുട്ടികൾക്ക് നാളെ വേറെ യൂട്യൂബർമാരായി വരാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെന്താ ചിരിക്കാൻ? യൂട്യൂബറായിട്ട് വരാണ്ട് യൂട്യൂബർ ഇപ്പോൾ നല്ലൊരു പ്രൊഫഷനാണ്. കുറെ ആൾക്കാർ ഇപ്പോൾ അയർലൻഡിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ. അറിയില്ല നാളെ ഇനി എന്തൊക്കെ പ്രൊഫഷൻ ആവും എന്നുള്ളത്. അമ്മയ്ക്ക് എന്താ തോന്നുന്നു? സന്തോഷമുണ്ട്, നല്ലല്ലേ. കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. കുട്ടികൾ ഇന്ന് ചോദിക്കാറുണ്ട് തനി മലയാളി കൊണ്ടുവരുന്നു. പിന്നെ തനി മലയാളീനെ അവിടുന്ന് വിളിച്ചിട്ട് തന്നെ ചെല്ലാന്ന് പറയുമ്പോൾ സന്തോഷം. എനിക്കറിയില്ല ഞാൻ എന്താ ചെന്ന് പറയാന്നുള്ളത്, നമുക്ക് നോക്കാം. ഡാൻസ് കളിക്കായിരിക്കും എളുപ്പം. പറയണ്ടല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് നല്ല പ്രോപ്പർ ഗൈഡൻസ് തരാറ് വിഷ്ണുവിനെയാണ് കേട്ടോ. വിഷ്ണുവിന് എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണം എന്നുള്ളത് ഒരു പ്രത്യേക കഴിവുള്ള ഒരാളാണ്. ഈ ആൾക്കാർ അറിഞ്ഞ് വർത്താനം പറയാന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്കില്ലുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനോട് ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പൊതുവേ വിഷ്ണുവിന് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇതല്ലല്ലോ നമ്മുടെ വിഷയം. പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷ്ണു എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് തരാറുണ്ട്, എങ്ങനെ എവിടെ എത്രത്തോളം നമുക്ക് സംസാരിക്കാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. അങ്ങനെ നമ്മളിതേ ഇവിടെ സ്കൂളിലെത്തി. ഞാൻ കാറിൽ ആ ഒരു കയറ്റം ഇങ്ങോട്ട് കയറി വരുമ്പോൾ എനിക്ക് മുന്നേ ഇവിടെ കുറേ തവണ വന്നതും അങ്ങനത്തെ കുറേ മെമ്മറീസ് നമുക്കിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ ഒരു ഫീലിങ്ങിൽ കൂടെയാണ് ഞാൻ ഈ ഒരു സ്കൂളിലോട്ടുള്ള കയറ്റം കയറി ഇങ്ങോട്ട് വന്നത്. പ്രീതമേമയാണ് കേട്ടോ എൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് പരിപാടി നടക്കുന്ന ഒരു ബിൽഡിംഗ്. അപ്പോൾ തൽക്കാലം നമുക്കിനി അവിടെ പോവാം. നമ്മൾ വളരെ കുറച്ച് ദിവസത്തിന് നാട്ടിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഞാനും രോഹിത്തും കൂടെയുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിനെ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു, ഇതെന്തായാലും നോ പറയരുത്, നമ്മളിത് ചെയ്യണം എന്നുള്ളത്. മുന്നേ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറുതല്ല, വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് മുഴുവൻ രസ് പറയാനൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആഗ്രഹം കണ്ടിട്ടാണ് ഞാൻ എന്തായാലും നമുക്കിത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് അമ്മയുടെയും അച്ഛൻ്റെയും പ്രീതമേമ്മയുടെയും ദീമേമ്മയുടെയും ഒക്കെ മുഖത്തുള്ളൊരു സന്തോഷം എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്തവണ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ തന്നെ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ കാണാറുണ്ടെന്ന് വന്ന് പറയുക, ഓടി വന്ന് കൈ പിടിക്കുക, ഇഷ്ടമാണെന്ന് പറയുക, വീഡിയോൻ്റെ ഫീഡ്ബാക്ക് തരിക, അതൊക്കെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഈ സ്കൂളിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കുണ്ടായൊരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു ശബ്ദം എനിക്കെൻ്റെ ജീവിതത്തിൽ എന്നും ഒരു മാജിക്കൽ വോയിസ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. സന്തോഷം കൊണ്ട് വരുന്ന വികാരങ്ങളാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇവരെ പോലെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കൈയടിക്കുന്ന ആളുള്ള ഒരാളായിരുന്നു. അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനൊരു സ്കൂളിൽ ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി കുട്ടികൾ കൈയടിക്കും എന്നുള്ളതൊന്നും. എനിക്ക് നന്നായിട്ട് അറിയാം ഈ കാണുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു രാവിലെ പെട്ടെന്ന് നടന്നതൊന്നുമല്ല. കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മുന്നേ പല വ്ളോഗ്സിലും പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് എളുപ്പത്തിൽ നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായ പല അനുഭവങ്ങളും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത ആൾക്കാരിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ പുച്ഛവും പരിഹാസവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
എന്നും രാവിലെ എണീറ്റ് മൊബൈൽ വെച്ച് എനിക്ക് മാത്രം വേണ്ടി ഞാൻ ഈ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് ഈ ഒരു ജേർണി എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനുള്ള പോപ്പുലാരിറ്റിയോ ഒരു കാര്യവും അറിഞ്ഞിട്ടോ എക്സ്പെക്റ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. എന്നും രാവിലെ എണീറ്റ് ഈ ഒരു മൊബൈൽ വെച്ച് കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ബ്ലോഗ് ചെയ്യുന്ന യൂട്യൂബ് ആയിട്ടുള്ള ആളുകളിൽ ഇന്ന് മലയാളക്കരയിൽ എണ്ണി പറയാവുന്ന ആളുകളുടെ മുൻനിരയിൽ വരുന്ന ഒരാളാണ് ഐശ്വര്യ നാഥ്. ഐശ്വര്യയാണ് ഇന്നത്തെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥി. വളരെ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് ഐശ്വര്യയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ എന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ കൊണ്ട് നിർത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന ഇമോഷൻ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ല. കാണുന്ന പല ആൾക്കാർക്കും ഇതൊരു ചെറിയ വേദിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ പേരൻസും എൻ്റെ ഗ്രാൻഡ് പേരൻസും ഒക്കെ വർക്ക് ചെയ്ത സ്കൂളിൽ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വേദികളിൽ ഒന്ന് തന്നെയാണിത്. അതുമാത്രമല്ല, നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ അവിടെ ഉണ്ടാവുക, അവരുടെ മുഖത്തുനിന്ന് വരുന്ന ആ ഒരു റെസ്പോൺസ് നമ്മൾ തിരിച്ചറിയുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതുണ്ടല്ലോ, അതൊരു കിടിലൻ കാര്യമാണ്. അതെനിക്ക് മനസ്സിലായത് ഇവിടെ നിന്നായിരുന്നു. വെല്ലച്ചന് ചെറിയ പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ടയർഡായിട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു യാത്രയിൽ ഞാൻ എന്തായാലും വെല്ലച്ചനെയും കൂടെ എൻ്റെ ഒപ്പം ഇങ്ങോട്ട് കൂട്ടിയാനെ. വിശിഷ്ട വ്യക്തി, വിശിഷ്ട അതിഥി ഇനിയാണ് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഒരു റോൾ അവസാനിപ്പിക്കാൻ. അപ്പോൾ ഐശ്വര്യയെ നിങ്ങളുടെ മുന്നിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ ഒരു 2-3 പേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒന്ന്, ഐശ്വര്യയുടെ അമ്മ ബീന ടീച്ചർ ഈ വേദിയിലേക്ക് വന്നു. ഐശ്വര്യയുടെ ചെറിയമ്മമാർ ഇപ്പൊ ദീപ ടീച്ചറെ കണ്ടോടെ, പ്രീത ടീച്ചർ അതുപോലെ തന്നെ ദീപ ടീച്ചർ 2 പേരൊന്നും വേദിയിരിക്കുകയായിരുന്നു. മാഷുണ്ടോ ദീപ? ബോയ്സിലേക്ക് പോയോ? അന്യ പേര് സംസാരിക്കാനും മുന്നേ വരുന്നു. ഇങ്ങോട്ട് അല്ലല്ല, ഒന്ന് എനിക്ക് 2 മിനിറ്റ് അങ്ങനെ സാധനമല്ല. ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിൽ അത് അറേഞ്ച് ചെയ്തത് നമ്മളൊക്കെ വളരെ അഭിമാനപൂർവ്വം ഐശ്വര്യയെ കുറിച്ച് പറയുമ്പോൾ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വേദിയിൽ അവരുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച്. പ്രത്യേകിച്ച് ബീന ടീച്ചറാണ് മോൾഡ് ചെയ്ത് വരുന്നത് അല്ലേ? രഘുമാഷിനെ കുറിച്ചും ബീന ടീച്ചറെ കുറിച്ചൊക്കെ യൂട്യൂബ് ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയ ഒരു വ്യക്തിയല്ല ഞാൻ. അവളുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഒരുപാട് പ്രോത്സാഹനം നൽകി ഒപ്പം നിന്നിരുന്നത്. അങ്ങനെ അവളെ പഠിപ്പിച്ചൊരു എഞ്ചിനീയർ ആക്കാൻ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഫീൽഡിൽ ജോലി ചെയ്യുകയും ചെയ്തു. പക്ഷെ അവളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റു ഫീൽഡ് കണ്ടെത്തി. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലിൻ്റെ ഓണറായി. വീഡിയോ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിലപ്പുറം എന്തെങ്കിലും എനിക്ക് ഇനി ഇന്ന് കിട്ടാനുണ്ടോ? സുഹൃത്തുക്കൾക്ക്, മറ്റ് PTA, മാനേജർ, കൗൺസിലർ എല്ലാവർക്കും, ഐശ്വര്യക്ക് എല്ലാവർക്കും നല്ല ഒരു പൊന്നോണ ആശംസകൾ നേരുന്നു. ഐശ്വര്യ അങ്ങനെ നമ്മുടെ ഒരു യൂഷ്വൽ ഇൻട്രോയിൽ തന്നെ ഞാൻ ഈ ഒരു വർത്തമാനം തുടങ്ങിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വലിയൊരു പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചെറുതായിട്ടൊരു ധാരണയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ എന്തൊക്കെ പറയണം എന്നുള്ളത്. മുന്നേ ഈ സ്കൂളിൽ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള കഥ വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനുണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ അന്നും എനിക്ക് വർത്താനം വളരെയധികം ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു. ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ ഇടയിൽ സംസാരിച്ച് എന്താ വില നമ്മൾ മുടക്കി. ഇനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് സ്കൂളിൽ ചീത്തപ്പേരാവെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി നിർത്തി. എന്റെ അനിയൻ അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. പിന്നെ അവനായി വരവ്. അതിനൊക്കെ ശേഷം ഇപ്പോ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ ഒരു സ്കൂളിലോട്ട് വരേണ്ടി വരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മളിപ്പോ ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു പോപ്പുലാരിറ്റി കാര്യമൊന്നും വിചാരിച്ചു തുടങ്ങിയൊരു കാര്യമൊന്നും ആയിരുന്നില്ല. ഇഷ്ടമുള്ള കാര്യം
ഇതൊക്കെ അനുവിൻ്റെ വീഡിയോഗ്രാഫി സ്കില്ലാണ് കേട്ടോ. ഓരോരോ ആംഗിളിൽ നിന്നൊക്കെ മാറി കഷ്ടപ്പെട്ട് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജിലൊക്കെ നിന്ന് മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. താഴെ വന്ന് എല്ലാവരുടെ ഒപ്പം നിന്ന് നോർമലായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാനും കുറച്ച് ഓക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കില്ലേ, ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട പോലെ 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളും പിന്നെ +1 +2 കുറച്ച് വലിയ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ബോറടിപ്പിക്കാതെ നമുക്ക് നോക്കണം. പിന്നെ എൻ്റെ ജോലി ഇപ്പോൾ എന്താണ്, ഞാനൊരു എൻ്റർടൈനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് എന്നെ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളതും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർത്താനമൊക്കെ നിർത്തി കുറച്ച് കുഞ്ഞു മക്കളുടെ ഒപ്പം പിന്നെ ഈ +1 +2 പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പമൊക്കെ നമുക്ക് 2 നൃത്ത ചുവടുകൾ വെക്കാം. അതായിരിക്കും എനിക്ക് ഈ വർത്താനം പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പേരെയൊക്കെ ഇങ്ങോട്ട് വരുമോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം നമുക്ക് ഈ 4 നൃത്ത ചുവടുകൾ വെക്കാം. ഏത് പാട്ടിന് ഡാൻസ് കളിക്കുന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി രോഹിത്തിൻ്റെ ഒപ്പം കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കളിക്കാം. സാരി ഈ നിമിഷത്തിൽ എനിക്കൊരു ചെറിയ അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഞാൻ അത് ഊരി മാറ്റിയില്ലെങ്കിൽ അത് സ്വന്തമായി ഊരി പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഓണം വെക്കേഷന് വേണ്ടി സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ. ഞാനൊരു ചെറിയ ആലോചനയിലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ആരുടെയും ഒരു എൻജോയ്മെൻറ്റും എഫക്റ്റ് ചെയ്യരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ വ്ളോഗ് ചെയ്യുമ്പോഴും ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടും അവർ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളൂ. ഇവിടെയും ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പലിനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കുറച്ചൊരു ദിവസം ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴൊക്കെ എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ അടിപൊളി ട്രാക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെക്കാളും ആവേശത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ താഴെ കുറച്ച് പിള്ളേർ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബിൾ ഡാൻസ് കളിക്കുന്നു. എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരുടെ ഒപ്പം ജോയിൻ ചെയ്ത് അവിടെയും നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. എനിക്ക് കുറച്ചധികം നേരം കൂടി ഇവിടെ നിൽക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവം തന്നെയാണ് എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് രാവിലെ ഒരു ഡാൻസിൻ്റെ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് നേരം അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ട ഒരു ചെറിയ ആവശ്യമുണ്ട്. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 4-5 പാട്ടിന് നമ്മളെല്ലാവരും തകർത്ത് ഡാൻസ് കളിച്ചു കേട്ടോ. ഇത്രയും നന്നായി ഒരു ഓണപരിപാടി ഓർഗനൈസ് ചെയ്ത് എനിക്കിവിടെ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇവിടുത്തെ പ്രിൻസിപ്പൽ സുധീർ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര വാല്യുബിളാണ്. ഞാൻ ഇപ്പോഴേ അത് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പെട്ടിയുടെ അകത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. നേരത്തെ അച്ഛനെ ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വിളിച്ചപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ തൊട്ടടുത്ത് തന്നെ ബോയ്സ് സ്കൂളുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ഇപ്പം അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അച്ഛനും സ്റ്റേജിൽ കയറി കുറച്ച് സംസാരിച്ചു. എല്ലാവരെയും ഓണാശംസകളൊക്കെ അറിയിച്ചതിന് ശേഷം നമുക്കിനി ഏകദേശം തിരിച്ചു പോകാനുള്ളൊരു സമയമായി കേട്ടോ. ഇതെൻ്റെ കരിയറിലെ അത്യാവശ്യം നല്ലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതൊന്നിൻ്റെ അവസാനമല്ല. നമുക്കിനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷനിലും കരിയറിലും ലൈഫിലും എല്ലാം നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. എന്നോട് വിഷ്ണു എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ലൈഫിൽ നല്ലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ 1-2 ദിവസം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് നോർമലാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് നമ്മുടെ പാത്തിലോട്ട് വന്ന് നമുക്ക് ഇനിയും മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങണം. എന്നാലാണ് ഒരു മനുഷ്യന് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന്. അതേപോലെ തന്നെ ഈ ഒരു നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഇമോഷൻ ഉണ്ടായ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം എടുത്തു എനിക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട്. പിന്നെ അനുവിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാതെ എനിക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അനു ഈ വീഡിയോ എടുക്കാൻ ഇന്ന് എൻ്റെ ഒപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്ളോഗ് എനിക്കില്ല. കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപർണയാണ് യൂഷ്വലി എന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറ്. പക്ഷെ അവൾക്ക് ഇന്ന് ഡ്യൂട്ടിയുള്ള ദിവസമാണ്. പിന്നെ രോഹിത്ത് ഞാൻ പറഞ്ഞില്ലേ, അധികം ആൾക്കാരുള്ളടത്തേക്ക് അങ്ങനെ വരുന്ന ഒരാളല്ല. അപ്പോൾ അനു എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു വ്ളോഗ് എടുക്കാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റിയത്. ദീമേമ അവിടെ നിന്ന് പറയുമായിരുന്നു, തിരിച്ചു പോയിട്ട് അനുവിന് എന്തായാലും ഒരു ബിരിയാണി വാങ്ങി കൊടുക്കണം, അത്രയും പണി അവരെടുത്തിരിക്കുന്നു എന്നുള്ളത്.
ബിരിയാണി എന്തായാലും നമുക്ക് വാങ്ങിക്കണം. കാരണം നമ്മൾ ഉച്ചയ്ക്കൊന്നും കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ വിചാരിച്ചു അമ്മയും അച്ഛനും ഒക്കെ സ്കൂളിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ തിരിച്ചു വന്ന് ബിരിയാണിയൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും രോഹിത്തും അനുവും ആമിയുണ്ട് ഇവിടെ. ബിരിയാണി കഴിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഷൂട്ടിന് വേണ്ടി പോകണം കേട്ടോ. ഷൂട്ട് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനും രോഹിത്തും കൂടെ ഒരു റീല് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് പഠിച്ച് നമ്മളൊരു റീൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പോകണം. ഇവിടെ വളാഞ്ചേരിയിലുള്ള കേറ്ററിംഗ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ബിരിയാണി വാങ്ങിയിട്ട് വന്നത്. രോഹിത് മനുവും കൂടെ പോയിട്ട്. ഇത് അപർണ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു അനാർക്കലി സെറ്റാണ് കേട്ടോ. ഇന്ന് ഏത് പാട്ടിനാണ് നമ്മൾ നൃത്തച്ചുവടുകൾ വെക്കാൻ പോണേന്ന് അറിയോ? പൂവേ പൂവേ പാലപ്പൂവില്ലേ, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ 1-2 കൊറിയോഗ്രാഫീസൊക്കെ നോക്കി നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു ചെറിയ രീതിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും പോയി ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ശരത്തും ടീമും ഒക്കെ വരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.